കടമ്പോട് പാമ്പുകടിയേറ്റ് മരിച്ച കാവുങ്ങൽ അൽജോയുടെ വീട്ടിൽ തുടരെ പാമ്പുകളെ കണ്ടതിനെ തുടർന്ന് വിദഗ്ധരെത്തി പരിശോധന നടത്തി. വീടിന്റെ കിടപ്പുമുറിയിലെ ടോയ്ലറ്റിന്റെ ചുമരിനോട് ചേർന്ന് കണ്ട വിള്ളലിനുള്ളിൽ പാമ്പുകൾ ഒളിഞ്ഞിരിക്കുന്നുണ്ടെന്ന നിഗമനത്തിൽ ടോയ്ലറ്റിലെ ടൈലുകളിളക്കിയും വീടിന്റെ തറയിളക്കിയുമാണ് പരിശോധന നടത്തിയത്. വെള്ളിക്കുളങ്ങര റേഞ്ചിലെ സ്റ്റേഷൻ ഫോറസ്റ്റ് ഓഫീസർ ജോബി ജോസഫ്, സർപ്പ ടീം ലീഡർ ജോജു എന്നിവരുടെ നേതൃത്വത്തിലാണ് പാമ്പുകൾക്കായി തിരച്ചിൽ നടത്തിയത്. രാവിലെ 8:30-ക്കാണ് പരിശോധന ആരംഭിച്ചത്. 2.5 മണിക്കൂർ തിരച്ചിൽ നടത്തിയെങ്കിലും പാമ്പിനെ കണ്ടെത്താൻ കഴിഞ്ഞില്ല. തറ കൂടുതൽ ഇളക്കിയാൽ വീടിന് അപകടം സംഭവിക്കാനുള്ള സാധ്യത കണക്കിലെടുത്ത് പരിശോധന 11-ഓടെ അവസാനിപ്പിച്ചു. വ്യാഴാഴ്ച വൈകിട്ടും രാത്രിയിലുമായി 2 പാമ്പുകളെ വീടിനുള്ളിൽ കണ്ടെത്തിയിരുന്നു. ഇതുവരെ ആകെ 5 പാമ്പുകളെയാണ് വീടിനകത്ത് കണ്ടത്. കഴിഞ്ഞ ഞായറാഴ്ച പുലർച്ചെയാണ് കടമ്പോട് കാവുങ്ങൽ സിൽജോ ജോൺസി ദമ്പതികളുടെ മക്കളായ 8 വയസ്സുകാരൻ ആൽജോയെയും ചേട്ടൻ അനോഷിനെയും കിടപ്പുമുറിയിൽ വെച്ച് ശംഖുവരേൻ ഇനത്തിൽപ്പെട്ട പാമ്പ് കടിച്ചത്. ആൽജോ അന്ന് തന്നെ മരിച്ചു. ചികിത്സയിലുള്ള അനോഷ് സുഖം പ്രാപിച്ചു വരുന്നു. ട്രാപ്പിൻ്റെ ഇന്നലെ റെസ്ക്യൂ ടീം വന്ന് നോക്കിയപ്പോൾ ട്രാപ്പിൻ്റെ സൈഡിലാണ് കണ്ടത്. ഇന്ന് രാവിലെ നമ്മൾ ചെന്ന് അവിടെ നിന്ന് പരിശോധിച്ചപ്പോൾ അവിടെ ചെറിയൊരു ഗ്യാപ്പ്, അത് ട്രാപ്പിൻ്റെ ഉള്ളിലല്ല, ട്രാപ്പിൻ്റെ ഔട്ടറിലായിട്ട് ഗ്യാപ്പുണ്ട്, സിമെൻറ്റിൻ്റെ ആ ഗ്യാപ്പിൽ. നമ്മളവിടെ പതുക്കെ അവിടെ നിന്ന് പൊട്ടിച്ച് മാറ്റി നമ്മൾ വെള്ളം അവിടെ നിന്ന് വെച്ച് നോക്കിയപ്പോൾ നേരെ ഇവിടേക്ക് വീഴുന്നുണ്ട്. അപ്പോൾ അത് തന്നെയാവാൻ സാധ്യത, അല്ലാതെ വേറൊരു സാധ്യതയും നമുക്ക് കാണുന്നില്ല.